കേരള കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. മണ്ഡലത്തിന് പുറത്തുള്ള ആരെയും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന മാണി ഗ്രൂപ്പ്. പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥി സാധ്യത മങ്ങുന്നു. കോട്ടയത്ത് വരത്തൻ സ്ഥാനാർത്ഥി വേണ്ടെന്ന മാണി വിഭാഗം. തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന. തീരുമാനം അല്പസമയത്തിനുള്ളിൽ. വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുകയാണ്. ടി പി, ജോസഫ് വിഭാഗത്തിന് സീറ്റ് കിട്ടില്ലെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? യോഗം ഏത് വിധത്തിലാണ് പുരോഗമിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ഏതായാലും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ ഒറ്റക്കൊറ്റക്കായി കെ എം മാണി ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭൂരിഭാഗം മണ്ഡലം കമ്മിറ്റികളും അത് സംബന്ധിച്ച അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആളുകളെ വേണം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താൻ. അല്ലാതെ മറ്റ് ബാഹ്യമായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾ പാടില്ല എന്നടക്കമുള്ള അഭിപ്രായം ഉന്നയിച്ചു. ഇതോടുകൂടി പി ജെ ജോസഫ് ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വാദത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വാദത്തിന് പ്രസക്തമല്ലാതായി തീർന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഉള്ളത് തോമസ് ചാഴിക്കാടൻ, പ്രിൻസ് ലൂക്കോസ്, സ്റ്റീഫൻ ജോർജ് എന്നിവരുടെ പേരുകളിലായിരുന്നു. അതിൽ തോമസ് ചാഴിക്കാടനാണ് പ്രഥമ പരിഗണന. കാരണം ഏറ്റുമാനൂരിന്റെ മുൻ MLA ആയിരുന്നു അദ്ദേഹം. മാത്രവുമല്ല, ആ ഒരു സാഹചര്യത്തിൽ മുതിർന്ന നേതാവെന്ന രീതിയിൽ സ്റ്റീഫൻ ചാഴിക്കാടനെ തന്നെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച തീരുമാനം, ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച തീരുമാനം എന്തായാലും ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തായാലും പി ജെ ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ പാർലമെന്ററി യോഗത്തിൽ കെ എം മാണി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. തങ്ങളുടെ തട്ടകമായ കോട്ടയം സീറ്റിൽ ജോസഫിനെ മത്സരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് MLA-മാരെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞത്. പിന്നീട് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് തീരുമാനം പോവുകയും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കെ എം മാണി ചുമതലയിൽ ഈ പശ്ചാത്തലത്തിലാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഭാരവാഹികളുമായി കൂടിയാലോചിച്ച ശേഷം കെ എം മാണി അടുത്ത തീരുമാനത്തെ കടക്കുന്നത്. എന്തായാലും പ്രഥമ പരിഗണനാ പട്ടികയിലുള്ളത് മുൻ ഏറ്റുമാനൂർ MLA കൂടിയ തോമസ് ചാഴിക്കാടന്റെ പേരാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കേരള കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മണ്ഡലത്തിന് പുറത്തുള്ള ആരെയും സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന മാണി ഗ്രൂപ്പ്. വിവരങ്ങളാണ് ടി പി പ്രശാന്ത് കോട്ടയത്ത് നിന്നും നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമായില്ല. മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്ന മുല്ലപ്പള്ളി. 15-ാം തീയതി വീണ്ടും യോഗം ചേരുമെന്ന മുകുൾ വാസ്നിക്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസിന് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല. ഇതുവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമായിട്ടില്ല. എന്താണ് വിശദാംശങ്ങൾ? നിരവധി വിഷയങ്ങളിൽ ഇന്ന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു കാര്യത്തിൽ പോലും തീരുമാനമാകാതെ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് പിന്മാറേണ്ടി വന്നിരിക്കുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിക്കണം എന്നൊരാവശ്യം ഉയർന്നു. കൂടാതെ ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി, KC വേണുഗോപാൽ എന്നിവർ വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം, MLA-മാരെ മത്സരരംഗത്ത് ഇറക്കണമോ തുടങ്ങിയ വിഷയങ്ങളിൽ AI ഗ്രൂപ്പുകളൊക്കെ ഇരുഭാഗത്തുമായി നിരന്നു. ഇതോടെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം പരാജയപ്പെട്ടത്. തിരുവനന്തപുരം, മാവേലിക്കര, കോഴിക്കോട് സീറ്റുകളിലൊഴികെ 3-ലേറെ പേരുകളുമായാണ് ഓരോ മണ്ഡലത്തിലുമായി കേരള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തിയത്. ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ മത്സരിച്ച് ആന്റണി ഇടുക്കിയിലേക്ക് മാറ്റാമെന്ന് I ഗ്രൂപ്പ് ഇതിനിടയിൽ പറഞ്ഞു. എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചുനിന്നു. വടകരയിൽ മുല്ലപ്പള്ളി തുടരട്ടെ എന്ന് AI ഗ്രൂപ്പുകൾ സംയുക്തമായി ആവശ്യപ്പെട്ടു. ഇത് അദ്ദേഹവും നിരസിച്ചു. ഇങ്ങനെ മുതിർന്ന നേതാക്കൾ തുടർച്ചയായി പിന്മാറുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്ന പ്രചാരണം ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡും വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടയിൽ LDF സ്ഥാനാർത്ഥിയായി ആരിഫിനെ പ്രഖ്യാപിച്ചതിനു ശേഷം പിന്മാറുന്നതായി വേണുഗോപാൽ അറിയിച്ചത് ശരിയായില്ലെന്ന് ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു. KCക്ക് പകരം അടൂർ പ്രകാശ് MLA മത്സരിപ്പിക്കണമെന്ന അഭിപ്രായവും ഉയർന്നു. ആറ്റിങ്ങലിലും അടൂർ പ്രകാശിന്റെ പേര് സജീവമാണ്. പക്ഷെ ഒരു കാര്യത്തിലും ഏക അഭിപ്രായത്തിലെത്താൻ സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞില്ല. ഇതോടെയാണ് യോഗം പിരിഞ്ഞത്. 15-ാം തീയതി വീണ്ടും ചേരുമെന്ന് മുകുൾ വാസ്നിക് അറിയിച്ചു. മുതിർന്ന നേതാക്കളുടെ മത്സരകാര്യത്തിൽ പോലും തീരുമാനമായില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും പിന്നീട് പറയുകയും ചെയ്തു. എന്തായാലും തർക്കം തുടരുകയാണ്. ഇനി ഈ 15-ാം തീയതി യോഗം ചേർന്നാൽ പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തീരുമാനമാകാൻ അടുത്ത ആഴ്ച ആകും. ഇനി ഒരു 2 ആഴ്ച കൂടി വൈകുമെന്ന് ഇതോടുകൂടി ഉറപ്പായി. വ്യക്തമാണ് സന്തോഷ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമായില്ല. മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്ന മുല്ലപ്പള്ളി. 15-ാം തീയതി വീണ്ടും യോഗം ചേരുമെന്ന് മുകുൾ വാസ്നിക് അറിയിച്ചു. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം 18 ഭീകരന്മാരെ കൊലപ്പെടുത്തിയെന്ന് സുരക്ഷാ സേന. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരായ 3 ജയ്ഷ മുഹമ്മദ് ഭീകരരെ വധിച്ചതായി സൈന്യം. ഭീകരത അവസാനിക്കുന്നതുവരെ സൈനിക നടപടി തുടരുമെന്ന് ലഫ്റ്റനന്റ് ജനറൽ KJS ദില്ലൻ പറഞ്ഞു. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്?
ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ തന്നെ പുൽവാമ വലിയ വിഷയമായി തന്നെയായിരുന്നു BJP ഉയർത്തി കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെയാണ് ഇങ്ങനൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം 18 ഭീകരന്മാരെ കൊലപ്പെടുത്തിയെന്ന് സുരക്ഷാ സേന തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് ഭീകരാക്രമണത്തിന് ശേഷം മാത്രമാണ്. അതിനുശേഷം ഉണ്ടായ എൻകൗണ്ടറുകൾ പല സ്ഥലങ്ങളിലും ത്രാലടക്കമുള്ള പുൽവാമയും പരിസര പ്രദേശങ്ങളുമായി തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള എൻകൗണ്ടറുകൾ നടന്നിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ അതിനുശേഷമാണ് 18 ഭീകരെ കൊലപ്പെടുത്തിയെന്ന് സുരക്ഷാ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരായ 3 ജെയ്ഷ മുഹമ്മദ് ഭീകരെ വധിച്ചതായി തന്നെ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ 3 ഭീകരെ വധിച്ചു എന്നുള്ള വാർത്ത ഇന്ന് രാവിലെയോട് കൂടി തന്നെ പുറത്തുവച്ചു. ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഭീകരത അവസാനിക്കുന്നത് വരെ സൈനിക നടപടി തുടരുമെന്ന് ലഫ്റ്റനന്റ് KJ ദില്ലൻ വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹമാണ് കാര്യം വ്യക്തമായി തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നതും. നിലവിൽ പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഒരാളായ മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടതായി രാവിലെ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹമാണ് പ്രധാന സൂത്രധാരൻ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതോടൊപ്പം തന്നെ 2 വ്യക്തികൾ കൂടെ ഉണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. അതിൽ പ്രത്യേക സൂത്രധാരനെ തന്നെ കൊന്നു അല്ലെങ്കിൽ അയാളെ കൊലപ്പെടുത്തിയുള്ള വാർത്ത രാവിലെ തന്നെയോട് കൂടി തന്നെ വന്നു. സ്ഥിരീകരണം വന്നിരിക്കുന്നു. ദക്ഷിണ കാശ്മീരിലെ ത്രാലിൽ സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടതെന്നാണ് വിവരങ്ങൾ വരുന്നത്. ഭീകരാക്രമണം നടന്ന പുൽവാമ ജില്ലയിലെ ത്രാലിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യം തിരച്ചിൽ നടത്തുകയായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും 3 സൈനികരടക്കമുള്ള കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചത്. ബാക്കിയുള്ള 18 ഭീകരരെ കൊലപ്പെടുത്തുന്നവരെ ബാക്കിയുള്ള പല പ്രദേശങ്ങളുമായി തന്നെയാണ് ഈ കൊലപ്പെടുത്തിയിരിക്കുന്നത്. സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ആ സമയത്താണ് പ്രധാന സൂത്രധാരനായിരിക്കുന്ന മുദാസിർ അഹമ്മദ് ഖാനെ കൊലപ്പെടുത്തിയത്. ഭീകര സംഘടനകളിലേക്ക് പ്രദേശവാസികളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതലക്കാരനായിരുന്നു ഈ പറഞ്ഞ കൊല്ലപ്പെട്ട ജെയ്ഷ മുഹമ്മദ് കമാൻഡർ മുദാസിർ. പുൽവാമയിലെ ചാവരാക്രമണത്തിന് ആവശ്യമായ വാഹനവും സ്ഫോടക വസ്തുക്കളും എത്തിച്ചത് ഇയാളാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവ് ലഭിച്ചിരുന്നു. എന്തായാലും തന്നെ 18 ഭീകരരെ ഈ പറഞ്ഞ പുൽവാമ ആക്രമണത്തിന് ശേഷം തന്നെ കൊലപ്പെടുത്തിയതാണ് സുരക്ഷാ സേന തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രേഷ്മ, പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം 18 ഭീകരന്മാരെ കൊലപ്പെടുത്തിയത് സുരക്ഷാ സേനാ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും ഹരീഷ് നൽകിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അസൗകര്യങ്ങളുണ്ടെങ്കിൽ പാർട്ടിയെ അറിയിക്കുമെന്ന് കെ സുധാകരൻ. എന്നാൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാർ ആരും മത്സരിക്കില്ലെന്ന പ്രചരണം വാസ്തവമല്ലെന്നും സുധാകരൻ ദില്ലിയിൽ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് സീനിയർ നേതാക്കന്മാർ മത്സരരംഗത്ത് നിന്ന് മാറുന്നു എന്ന പ്രചരണം ഒരിക്കലും ശരിയല്ല. കേരളത്തിലെ എല്ലാവരും ഹൈക്കമാൻഡ് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. ആരും അതിനെ ധിക്കരിക്കുന്ന ഒരാളും കോൺഗ്രസിന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനും ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്. സാമുദായിക ധ്രുവീകരണത്തിനിടയാക്കും വിധം മതത്തെയും ദൈവത്തെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് ചട്ടലംഘനമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. ഇത് ശബരിമല വിഷയത്തിനും ബാധകമാകും. രാഷ്ട്രീയ പാർട്ടികളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും CEO അറിയിച്ചു. കേരളത്തിൽ മാർച്ച് 28-നാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ടിക്കാറാം മീണ വ്യക്തമാക്കി. കേരളം ഏപ്രിൽ 23-ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥികൾക്കും വോട്ടർമാർക്കും കൃത്യമായ നിർദ്ദേശങ്ങളും വിവരങ്ങളും തന്നെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകുന്നത്. സാമുദായിക ധ്രുവീകരണത്തിനിടയാകും വിധം മതത്തെയും ദൈവത്തെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്ന് CEO ടിക്കാറാം മീണ പറഞ്ഞു. ഇത് ശബരിമല വിഷയത്തിനും ബാധകമാകും. In the name of God or by citing religious things or misinterpreting the Supreme Court judgment, if somebody is trying to do that, that is a clear violation of the Model Code of Conduct. We are going to book a case against such people. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി നടത്തുന്ന ചർച്ചയിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ മാസം 28-നാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4-ആണ്. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-നും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 8-ഉമാണ്. ജനുവരി 30-ന് പ്രസിദ്ധീകരിച്ച പട്ടിക പ്രകാരം 2,54,08,711 വോട്ടർമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. ഇതിൽ 1,22,97,403 പുരുഷ വോട്ടർമാരും 1,31,11,189 സ്ത്രീ വോട്ടർമാരും 119 ട്രാൻസ്ജെൻഡർമാരുമുണ്ട്. വോട്ടർ പട്ടികയിലേക്ക് മാർച്ച് 25 വരെ പേര് ചേർക്കാമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി. സംസ്ഥാനത്തുള്ള 24,970 പോളിംഗ് സ്റ്റേഷനുകളിൽ ഇതുവരെയായി 750 പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികൾ കേസിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഫോം 26-ലൂടെ അറിയിക്കണം. ഒപ്പം പത്ര-ദൃശ്യമാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും വേണം. പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ പാർട്ടികൾ, വോട്ടർമാർ, മാധ്യമങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ബോധവൽക്കരണം നൽകുമെന്നും CEO വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്ഷേത്ര തിരുവുത്സവത്തിനും മീനമാസ പൂജകൾക്കുമായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 മണിയോടെയാണ് നട തുറന്നത്. ഉത്സവത്തിന് നാളെ കൊടിയേറും.
യുവതീ പ്രവേശന വിധിയുടെ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, എപ്പോഴാണ് നട തുറന്നത്? ഇനിയുള്ള പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? സന്നിധാനത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? രേഷ്മ, ഈ വർഷത്തെ ക്ഷേത്ര മഹോത്സവത്തിനായി ശബരിമല നട 4:56 തുറന്നത്. തന്ത്രി കണ്ഠർ രാജീവരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയാണ് ശബരിമല ക്ഷേത്രം നട തുറന്നത്. ശ്രീകോവിലിന്റെ സ്വർണ്ണഭൂഷിത വാതിൽപ്പാളികളുടെ സമർച്ചടങ്ങും വൈകുന്നേരം നടക്കും. നാളെ രാവിലെയാണ് തിരുവുത്സവത്തിന് കൊടിയേറുന്നത്. കൊടിയേറ്റ് കർമ്മത്തിന് തന്ത്രി കണ്ഠർ രാജീവ് ആയിരിക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. മീനമാസ പൂജ ചടങ്ങുകളും ഈ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. ശബരിമല ക്ഷേത്ര ഉത്സവത്തിനായി നട തുറക്കുമ്പോൾ വൻ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോഴും നല്ല ഭക്തജന തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിൽ അയ്യപ്പ ദർശനത്തിനായി യുവതികളൊന്നും തന്നെ എത്താൻ സാധ്യതയില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. നിലവിലെ ഈ സുരക്ഷയ്ക്കായി നിലയ്ക്കൽ പമ്പ സന്നിധാനങ്ങളിലായി 300 പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് 3 ഇടങ്ങളിലും SC റാങ്കിലുള്ള 3 ഉദ്യോഗസ്ഥർക്ക് ചുമതലകളും നൽകിയിട്ടുണ്ട്. 20-ാം തീയതിയാണ് പള്ളിവേട്ട നടക്കുക. 21 നടക്കുന്ന ആറാത്തിന് ശേഷം ഈ മാസത്തെ പൂജകൾക്കായി ഈ മാസം പൂജയ്ക്ക് ശേഷം ശബരിമല നട അടയ്ക്കും. പിന്നീട് അടുത്ത മാസം 15-ാം തീയതിയാണ് നട തുറക്കുന്നത്. രേഷ്മ, തിരുവുത്സവത്തിനും മീനമാസ പൂജകൾക്കുമായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വിവരങ്ങളാണ് ഗീവർഗീസ് നൽകിയത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫ്ലക്സും പ്ലാസ്റ്റിക്കും ഉപയോഗിക്കുന്നതിന് ഹൈക്കോടതിയുടെ വിലക്ക്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിലൂടെ ഫ്ലക്സ് ബോർഡുകൾ നിരോധിച്ചത്. ജീർണിക്കുന്ന വസ്തുക്കൾ മാത്രമേ പ്രചരണത്തിന് ഉപയോഗിക്കാവൂ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്നും ഉത്തരവിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഫ്ലക്സ് ബോർഡുകളുടെ ഉപയോഗം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സേവന വികാസ് കേന്ദ്രം എന്ന സംഘടനയാണ് പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വ്യാപകമായി ഫ്ലക്സുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും ജീർണിക്കാത്ത ഇത്തരം ഫ്ലക്സുകൾ പരിസ്ഥിതിക്ക് ദോഷകരമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. പരിസ്ഥിതി സൗഹൃദമായ പ്രചരണം മാത്രമേ അനുവദിക്കൂവെന്ന് രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതി അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ഫ്ലക്സുകളുടെ ഉപയോഗം നിരോധിച്ച് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജീർണിച്ചു പോകാൻ സാധ്യതയില്ലാത്ത ഫ്ലക്സ്, പ്ലാസ്റ്റിക് തുടങ്ങിയവ ഒരു കാരണവശാലും പ്രചരണത്തിന് ഉപയോഗിക്കരുത്. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാകണം പ്രചരണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പാക്കണമെന്നും ഇടക്കാല ഉത്തരവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരഞ്ഞെടുപ്പ് ബോർഡിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാർച്ച് 26 മാറ്റി. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായത്തിനെതിരെ CPIM ഉൾപ്പെടെ വിവിധ സംഘടനകളാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. കേന്ദ്ര ഭരണകക്ഷിക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള മാർഗമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായമെന്നാണ് CPI അടക്കമുള്ള ഹർജിക്കാരുടെ വാദം. നിലവിലെ സംവിധാനം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഫണ്ട് സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തണമെന്നാണ് CPIMന്റെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ജമ്മു കശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തുന്ന കാര്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൌരവമായി പരിഗണിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തണമെന്ന BJP ഇതര കശ്മീരി നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം പ്രഖ്യാപിച്ചത്. 6 മാസത്തെ ഗവർണർ ഭരണത്തിനു ശേഷം കശ്മീരിൽ നിലവിൽ രാഷ്ട്രപതി ഭരണമാണ്. വടകര പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ആവേശമാണ് നാടെങ്ങും കാണാൻ കഴിയുന്നതെന്ന് LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പം കുടിവെള്ളം എത്തിക്കുന്നതിനും സാന്ത്വന പരിചരണ രംഗത്തും LDF പ്രവർത്തകർ സജീവമാകണമെന്നും P. ജയരാജൻ പറഞ്ഞു. വടകര പാതിയാരക്കരയിൽ CPIM അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഷ്ടപ്പെട്ട വടകര മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുള്ള ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഇവിടെ വന്നപ്പോഴും ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ എന്തായാലും തിരിച്ചു പിടിച്ചിരിക്കും. അപ്പൊ തിരിച്ചു പിടിക്കാൻ എന്നെ മുന്നിൽ നിർത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമരമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ആ സമരം നമുക്ക് ഒന്നിച്ച് നടത്താം. വടകര മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത ഉയർത്തിപ്പിടിക്കാം. വോട്ടെടുപ്പ് നടന്ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ചരിത്ര വിജയമായിട്ട് വടകര മണ്ഡലത്തിലെ LDFന്റെ വിജയം മാറത്തക്ക നിലയിൽ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താനാവും. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടവും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ പ്രവർത്തനങ്ങളുമായിരിക്കും തന്റെ പ്രചരണത്തിൽ മുഖ്യമെന്ന് C. ദിവാകരൻ. തിരുവനന്തപുരം വിമാനത്താവളം പോലും കച്ചവടമാക്കിയ സിറ്റിംഗ് MPയുടെ വികസന വിരോധം ജനങ്ങൾ മനസ്സിലാക്കി തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നും തിരുവനന്തപുരം LDF സ്ഥാനാർത്ഥി C. ദിവാകരൻ പറഞ്ഞു. ഒരു വശത്ത് തിരുവനന്തപുരത്തിന് വാഗ്ദാനങ്ങൾ മാത്രം നൽകി പറ്റിച്ച സിറ്റിംഗ് MP ശശി തരൂർ,
മറുവശത്ത് രാജ്യത്ത് തന്നെ അഴിമതി നടത്തി കുത്തകകൾക്ക് തീരെഴുതിയ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർ തന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. എതിരാരാണെന്ന് നോക്കിയല്ല, നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നതെന്നും തിരുവനന്തപുരം LDF സ്ഥാനാർത്ഥി സി ദിവാകരൻ പറഞ്ഞു. നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആളുകൾ മറുപടി പറയേണ്ട ഒരു കാര്യം ഞാൻ ഗൗരവമായി തിരുവനന്തപുരത്തെ പൗരാവലിയുടെ മുമ്പിൽ, വോട്ടർമാരുടെ മുമ്പിൽ ഉന്നയിക്കാൻ. ഈ തിരുവനന്തപുരത്തിന് കേരളത്തിൻ്റെ ഒരു അഭിമാനവും സമ്പത്തും സ്വപ്നവുമാണ് അന്താരാഷ്ട്ര വിമാനത്താവളം. എന്തിനാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഈ അദാനിക്ക് കൈമാറി? നഗ്നമായ കച്ചവടമല്ലേ? ആ കച്ചവടത്തിനെ എതിർക്കാൻ ഞങ്ങളല്ലാതെ, നിങ്ങൾ ഈ പറയണ മൂന്നാം സ്ഥാനക്കാരല്ലാതെ, ഇടതുപക്ഷ പ്രസ്ഥാനമല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? താൻ നിന്നിടത്തെല്ലാം വിജയം കണ്ടിട്ടുണ്ട്, വിജയിച്ചിടത്തെല്ലാം വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തന്റെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയാൻ തെരഞ്ഞെടുപ്പ് വരെയുള്ള ദിവസങ്ങൾ ധാരാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കരുതാപ്പള്ളി പോകുമ്പോൾ അത് സിറ്റി സീറ്റ് അല്ലത്, ഞാൻ കൈവശി പോയതാ. അതാ ഇവിടുത്തെ എത്ര 150 കിലോമീറ്റർ അകലെയാണ്, എനിക്കൊരു പരിചയമില്ല. ഞാൻ അവിടെ ജയിച്ചത് മാത്രമല്ല, അവിടെ എല്ലാം ചെയ്തു. ഇവിടെ ജനപ്രതിനിധികൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അറിയാൻ ചോദിച്ചാൽ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് കരുതാപ്പള്ളിയിൽ. അവിടെ 10 കൊല്ലം ഞാൻ എന്താണ് ചെയ്തത്? നിങ്ങൾ നെടുവങ്ങാട്ട് പോയി ചോദിച്ചു നോക്ക്, 2.5 കൊല്ലം ആളുകൾ. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാറശാലയിൽ വീണ്ടും RSS ആക്രമണം. ഇന്ന് പുലർച്ചെ 2:30യോടെ CPIM പാറശാല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജുവിന്റെ വീട് ആക്രമിച്ചു. 8ഓളം വരുന്ന സംഘപരിവാർ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് CPIM ആരോപിച്ചു. ജനൽ ചില്ലുകൾ പൂർണ്ണമായി തകർത്തു. ഇരുചക്ര വാഹനവും അക്രമികൾ നശിപ്പിച്ചു. ഇതേ സമയത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷിന്റെ വീട്ടിലും ആക്രമണം നടന്നത്. ബൈക്കിലാണ് അക്രമി സംഘം എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഇഞ്ചിവിളയിലും സമാനമായ അക്രമങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനിൽ ഒരാളായ മുദാസിൻ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ദക്ഷിണ കശ്മീരിലെ ത്രാലിൽ സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം. ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മറ്റ് 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഭീകരാക്രമണം നടന്ന പുൽവാമ ജില്ലയിലെ ത്രാലിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന രഹസ്യവിവരത്തെ തുടർന്ന് സൈന്യം തിരച്ചിൽ നടത്തുകയായിരുന്നു. സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തിരുന്നു. ഭീകര സംഘടനകളിലേക്ക് പ്രദേശവാസികളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതലക്കാരനായിരുന്നു കൊല്ലപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മുദാസിർ. സാമ്പത്തിക സംവരണത്തിനെതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാർച്ച് 28ലേക്ക് മാറ്റി. ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് അയക്കുന്ന കാര്യം പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഭരണഘടനാ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭരണഘടനയുടെ 15, 16 അനുച്ഛേദങ്ങളുടെ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുമായി ചേർന്നു പോകുന്നതല്ലെന്നായിരുന്നു ഹർജി ചൂണ്ടിക്കാട്ടുന്നത്. 1973 കേശവാനന്ദ ഭാരതി കേസിലും 1993 ഇന്ദിരാ സാനി കേസിലും സാമ്പത്തിക സംവരണത്തിനെതിരായ സുപ്രീം കോടതി പരാമർശങ്ങൾ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന റവന്യൂ വകുപ്പ് ഭവനരഹിതർക്കായി ആവിഷ്കരിച്ച ഭൂമി ഗീതം പദ്ധതിയുടെ ഭാഗമായി തൃശൂരിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോലുകൾ കൈമാറി. ഇന്ത്യയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കല്യാൺ ജ്വല്ലേഴ്സുമായി സഹകരിച്ചാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പിലാക്കിയത്. 24 വീടുകളാണ് ഭവനരഹിതർക്കായി ഒരുക്കി നൽകിയിരിക്കുന്നത്. തൃശൂർ കിരാലൂരിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി VS സുനിൽകുമാറും കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമനും ചേർന്ന് വീടുകളുടെ താക്കോൽ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ TV അനുപമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.